നോക്കണ്ടേ, ഇനിയും ജീജ ഒന്നല്ലെന്ന് ഞാനാണ് ആലോചിക്കുന്നത്. എനിക്ക് നിങ്ങളോട് എന്റെ കുറച്ച് വിഷമങ്ങൾ പറയുന്നു. പുറത്തു പോകാൻ നട്ട് മതിയിട്ട് ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോണ്ട് ജീജെ ഈ കറുത്ത കുപ്പായിട്ടിട്ട്. എന്നിട്ട് നോക്കി ഈ വെള്ള പോലത്തെ കുപ്പായി എടുത്ത് അങ്കിട്ടും. അക്കിന് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എന്നോട് കുറെ പറഞ്ഞു, എനിക്കിത് വേണ്ട എനിക്കിത് ഇഷ്ടപ്പെട്ടില്ല, ഞങ്ങൾക്ക് വലുതാണ്. ഒരു അക്ഷരം ഞാൻ പറയുന്നത് കേട്ടില്ല. ഞാൻ കുറെ കഴിഞ്ഞു അതിനുള്ളിൽ കയറിച്ചോ, തലയടിയാ കയ്യടി ഒന്നും മനസ്സിലാവില്ല. അച്ഛനെ കരച്ചിൽ കേട്ടിട്ട് മമ്മ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു മമ്മയെ ഞാൻ ഹെൽപ്പ് ചെയ്യും. മമ്മയെ ഞാനിനും കാട്ടി കഷ്ടം. അതിനുണ്ടോ ഒരു കറുപ്പ് കയറ് പിടിച്ച് കെട്ടി. നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയോ? ജിജക്ക് പിന്നെ ഇതൊന്നും അറിയണ്ടല്ലോ. കണ്ണാടി ഇട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ ഫോമാക്കി നടന്നാൽ മതിയല്ലോ. ആകെ കഷ്ടപ്പാടന്നെ. ഇപ്പൊ നോക്കുമ്പോ ഒരു സ്ഥലത്ത് നമ്മക്ക് അന്ന് നോക്കുമ്പോ അടുത്തിപ്പോ കുറച്ച് നമുക്ക് സന്തോഷമായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവിടെ കുറേ ടോയ്സ് ഉണ്ടായി. അപ്പൊ ഉണ്ട് അവിടെ ഒരു സാധനം ഒരു സൈക്കിളിലായിരുന്നു. ഞാൻ എന്റെ കണ്ണിൽ കുത്തിനോക്കി ജീവനുണ്ടോ നോക്കാൻ. അപ്പൊ മനസ്സിലായി ജീവനില്ല. അതൊക്കെ അതിനെടുത്തായിട്ടിട്ട് ആ സൈക്കിളിൽ ഞാൻ കയറിയിരുന്നു. ജീജി അതിന്റെ ഇടയിൽ എടുത്ത് ചൊറിയാൻ വരുന്നുണ്ട്. ഫസ്റ്റ് ഞാൻ വിട്ടിട്ടില്ല. പിന്നീട് പൂട്ട് പാവം നമ്മളെ ജീജല്ലേ. നമ്മൾ നോക്കി അതില് പാട്ടും വെച്ച് ഞാൻ സ്റ്റെപ്പല്ലിട്ട്. അപ്പൊ എന്റെ മമ്മ ഈ ബലൂണ് പോലത്തെ സാധനം എടുത്തിട്ട് എന്നെയും കുട്ടിക്കേതോ ഒരു സ്ഥലത്ത് പോയി. അവിടെ പോയി നോക്കുമ്പോ എന്റെ ഡ്രസ്സെല്ലാം മാറ്റി വേറെ പുതിയ ഡ്രസ്സെല്ലിട്ടാണ് എനിക്ക് മുടിയെല്ലാം വരെ സുന്ദരനാക്കി. ഞാൻ വിചാരിക്കുന്നത് എന്തിനാണ് മമ്മ ഇങ്ങനെ ചെയ്യുന്നത്? പിന്നെയല്ലേ കാര്യം മനസ്സിലായേ. അന്നോട് പറയാ ഒരു ബലൂണ് പോലത്തെ സാധനം കയ്യിൽ കെട്ടിത്തന്നിട്ട് അങ്ങോട്ടോടെ ഇങ്ങോട്ടോടെ ചിരിക്ക് കളിക്ക്. ആ കഞ്ഞി കുഞ്ഞിക്കാലം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടല്ലേ ഓടാൻ കഴിയണ്ട. ഇവരെന്ത് വിചാരിക്കുന്നത്? ആകെ ദേഷ്യമായി. ലാസ്റ്റ് ഞാൻ എന്തൊക്കെ ദേഷ്യം വന്നിട്ട് എന്റെ കയ്യിലുണ്ടായ മമ്മ കെട്ടിക്കുന്ന സാധനം ഉണ്ടാക്കി കഴിച്ചണിക്ക്. അതങ്ങ് ആകാശത്തേക്ക് പറന്നുപോയി. അപ്പൊ സന്തോഷമായി ഞങ്ങൾക്ക്. ഇനി മമ്മ എന്തായാലും എന്നെ ഫോട്ടോ എടുക്കാൻ വിളിക്കില്ലല്ലോ. അപ്പൊ ജീജ പറഞ്ഞു പോകാലോ. അപ്പൊ ഞാൻ വിചാരിച്ച സന്തോഷമായി, ഇനി വീട്ടിലേക്ക് പോകാനായിരിക്കും. നോക്കുമ്പോ അതവിടെ ഓരോ സ്ഥലത്ത് പോന്ന് പിന്നെ ഈ ഫോട്ടോ എടുക്കാൻ. ജീജക്ക് ഇതൊന്നും അറിയണ്ട. ജീജ കടലും നോക്കി കഴിച്ചു കണ്ടിരിക്കുന്നു. ഒരേ കരച്ചിൽ, ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കണ്ട ഫോട്ടോ എടുക്കാൻ ഉണ്ടാന്ന് പറഞ്ഞു. ഹസ്ബൻഡ് കരച്ചിൽ സഹിക്കാൻ കഴിയാണ്ട് എന്തൊക്കെ അവരെന്നെയും കുട്ടി വീട്ടിലേക്ക് വന്നു. ഇത്രയേ ഉള്ളൂ. ഇന്നോടാ കളി.